ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. ഹംപി യാത്രയിലെ പ്രധാന സ്ഥലങ്ങളും എങ്ങനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്യണമെന്നുള്ളതും എല്ലാ പ്ലാനിങ്ങും എല്ലാ പ്രത്യേകതകളും ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ സീരീസിലെ എല്ലാ എപ്പിസോഡിലെ വീഡിയോയിൽ പറയുന്നത്. എല്ലാ എപ്പിസോഡും കാണാം. എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തുടങ്ങി സൗത്ത് ഇന്ത്യൻ അത്ഭുതമായ ബദാമി കെയൊക്കെ കണ്ട് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ദേ ഹംപിയിലെ ഇവിടേക്ക് വന്നത്. ഈ വിരൂപാക്ഷ ടെമ്പിളും ഇതിന്റെ പുറകിലുള്ള ഹെമക്കൂട്ട ഹിൽസിലെ വിശേഷങ്ങളാണ് ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയില് പറഞ്ഞത്. അപ്പോ കാണാത്തവരത് കാണാം. പിന്നെ ബദാമി യാത്രയിലെ വിശേഷങ്ങളും കാണാം. ഇത് എപ്പിസോഡ് 2 ആണ്. എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഹംപിയിൽ ആരാധനയുള്ള ഒരേ ഒരു ക്ഷേത്രമായ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വിരൂപാക്ഷ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് നടക്കുക. ആ ടെമ്പിൾ കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് നടക്കുമ്പോൾ ഇത് ഹംപി ബസാർ. പണ്ട് ഇതൊരു മാർക്കറ്റ് ആയിരുന്നു, കച്ചവട ചന്തയായിരുന്നു. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നേ, അതാണ് വിരൂപാക്ഷ ടെമ്പിൾ. അതിന്റെ ഓപ്പോസിറ്റ് ഈ വഴി ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സൈഡില് ഈ ബസാറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴി പോകുന്നുണ്ട്. ആ വഴി അല്ലെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്താൽ മതി. ഹംപി കൊറാക്കിൾ റൈഡ് എന്നോ അല്ലെങ്കിൽ കോദണ്ഡ രാമസ്വാമി ടെമ്പിൾ എന്നോ കൊടുത്താൽ മതി. കോദണ്ഡ രാമസ്വാമി ടെമ്പിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണിത്. ഈ തുംഗഭദ്ര നദിയും ഇവിടത്തെ കൊട്ടത്തോണി യാത്രയും വരുന്നത്, കൊറാക്കിൾ റൈഡ്. അപ്പൊ നമ്മൾ ഇന്ന് കൊട്ടത്തോണി യാത്ര കാണാനാണ് പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഹിൽസിൽ കയറിയിരുന്നു. ഈ വിരൂപാക്ഷ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ഹെമക്കൂട്ട ഹിൽസിലാണ് നമ്മൾ. ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ഹിൽ സ്റ്റേഷന്റെ ഭാഗമുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് അതിൽ കൂടെ കയറിയിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. പക്ഷെ അല്ലാത്തവർക്ക് ജസ്റ്റ് ആ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കൊറാക്കൽ റൈഡിൽ കയറാം. പെർ പേഴ്സൺ 1000 രൂപയാണ് വാങ്ങിച്ചത്. നമ്മൾ 4 പേരാണ് കയറിയത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേരായിട്ട് വരാണെങ്കിൽ അങ്ങനെ മാത്രം പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റൈഡ് എടുത്ത് ഒരു 4000 രൂപയാണ്. മിനിമം 4 പേരാണ് കയറ്റുന്നത്, അല്ലെങ്കിൽ 6 പേരും കയറ്റാം. പക്ഷെ മിനിമം 4 പേരുടെ പൈസ അവർ വാങ്ങും. അപ്പൊ നിങ്ങൾക്ക് 4 പേരുടെ പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും കൂടി സംഘടിപ്പിക്കുകയാണെങ്കിൽ പെർ പേഴ്സൺ 1000 രൂപയായിട്ട് നിങ്ങൾ കയറാം. പിന്നെ 1/2 മണിക്കൂർ 1 മണിക്കൂർ റൈഡ് ഉണ്ട്. 1/2 മണിക്കൂർ ജസ്റ്റ് ആ വെള്ളത്തിന്റെ പകുതി വരെ പോയി തിരിച്ചു വരുള്ളൂ. ഒരിക്കലും അത് എടുക്കരുത്. കാരണം എന്തായാലും പൈസ കൊടുക്കുന്നുണ്ട്. അതിന് 500 രൂപയാണ് ചാർജ് ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 1 മണിക്കൂർ റൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഹിഡൻ പോയിന്റ്സിലും കയറി പിന്നെ നിങ്ങൾക്ക് ഒരു റൊട്ടേറ്റ് ഒക്കെ നടത്തി നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പൊ തികച്ചും വർക്ക്ഫുൾ ആണ്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് ഈ കൊറാക്കിൾ റൈഡ് എന്ന് പറയുന്നത്. തുങ്കയും ഭദ്രയും കൂടി ചേർന്നതാണ് തുംഗഭദ്ര നദിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഒക്കനക്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൊട്ടത്തോണി യാത്രയുണ്ട്. പക്ഷെ അതിങ്ങനെ പാറക്കൂട്ടങ്ങൾ ഇതിലൂടെ ഒക്കെ ജസ്റ്റ് ഒരു യാത്രയേ ഉള്ളൂ. പക്ഷെ ഇത് തികച്ചും വർക്ക്ഫുള്ളാണ്. ഇവിടെ ഒരുപാട് പഴയ കാലത്ത് പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഇത് മെഡിറ്റേഷൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ കുത്തുപണികളൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. കൊട്ടത്തോണി നമ്മളെ ഇറക്കിയിട്ട് നമ്മളെ ഗൈഡ് ആ കൊട്ടത്തോണിയിലത്തെ ആ ഓടിക്കുന്ന ഡ്രൈവർ തന്നെ നമ്മളെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഒരുപാട് പോയിന്റുകളുണ്ട്. ആ ഒരു നൂറ്റാണ്ടിൽ 15-16 നൂറ്റാണ്ടിൽ പോയിട്ട് എങ്ങനെ ഇതൊക്കെ നിർമ്മിച്ചു എന്നുള്ളത് അതിശയകരമായ കാര്യമായിട്ടോ. ഒരുപാട് കുത്തുപണികളും ചിത്രപ്പണികളൊക്കെ ഈ പോകുന്ന വഴിക്ക് ഓരോരോ പോയിന്റ് ഓരോരോ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു സാധാ കൊട്ടത്തോണി യാത്ര അല്ലെങ്കിൽ ബോട്ട് യാത്ര പോലുള്ള യാത്രയല്ല. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ കുറച്ച് പൈസ ചെലവാക്കുക. എന്തായാലും ഹംപിയിൽ ദൂരം വന്നതാണ്. 13 അടി ആഴം ഉണ്ടെന്നാണ് പറയുന്നത്. 4 അടി ഫീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് മത്സ്യങ്ങളെ കാണാം. ബാലൻസ്ഡ് റോക്ക് എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു ക്ഷേത്രമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ കയറിയത്. ഇവിടെ ഒരു സൺ ടെമ്പിൾ ഉണ്ട്, ലക്ഷ്മി ടെമ്പിൾ ഉണ്ട്, പിന്നെ 101 ശിവലിംഗമുള്ള പാറയിൽ കുത്തിയ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ അനന്തശയനത്തിലുള്ള വിഷ്ണുവിന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ കോദണ്ഡ രാമസ്വാമി ടെമ്പിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ കൊടുത്താലും നിങ്ങൾക്ക് എത്താം. അല്ലെങ്കിൽ വിരൂപാക്ഷ ടെമ്പിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ വഴി ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും നടക്കാനായിട്ട്. അങ്ങോട്ട് നടന്ന് അല്ലെങ്കിൽ അവിടെ പാർക്കിംഗ് പോയിന്റ് ഉണ്ട്. ആ ഒരു ബസാറൊക്കെ ഞാൻ കാണിച്ചില്ലേ, അവിടെ വരെ നിങ്ങൾക്ക് വണ്ടിയായിട്ട് വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് പോകാം. ഇത് നമ്മളൊരു മറ്റൊരു പോയിന്റിൽ എത്തി. അവിടെയാണ് അനന്തശയനത്തിലുള്ള ഒരു വിഷ്ണുവിന്റെ ഒരു ഇത് കാണാം. നമുക്ക് കൊത്തുപണി കാണാം. പിന്നെ 101 കൊട്ടിലിംഗ ദർശനം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ മഴക്കാലത്ത് ഈ സ്ഥലം അവോയ്ഡ് ചെയ്യുക, കാരണം ഈ ഭാഗമൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. പിന്നെ വെള്ളം കയറിയ ചിലപ്പോൾ കൊറാക്കൽ റൈഡ്, കൊട്ടത്തോണി യാത്ര ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് കേട്ടോ. ഇനിയിപ്പോ ബോട്ടിൽ വരാത്തവർക്കാണെങ്കിൽ നടന്നിട്ട് വരാം. ഇതാണ് അനന്തശയന ആ ഒരു കൊത്തുപണി. എന്തു മനോഹരം! ആ ഒരു നൂറ്റാണ്ടിൽ ഈ വിജയനഗര സാമ്രാജ്യത്തിലുള്ളവര് എങ്ങനെ ഇത് പണിതു എന്നറിയില്ല. ഇതാണ് 101 ശിവലിംഗം. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഇതില് പൂജ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് എന്തൊക്കെയോ പൂജകൾ ഉണ്ട് അവിടെ ചില വിശേഷ ദിവസങ്ങളിൽ. അപ്പൊ അതാണ് നേരത്തെ കണ്ടത്. ഇതാണ് 101 ശിവലിംഗം ഉണ്ട്. കൊട്ടി ലിംഗ ദർശനം എന്നാണ് ഇത് പറയുന്നത്. ഒരുപാട് ഹിസ്റ്ററി തന്നെ പറയാനുണ്ട് ഈ ഹംപി എന്ന് പറയുന്നത്. ഹംപി എന്ന് കേൾക്കുമ്പോൾ ഹംപി ചിലർക്കൊക്കെ അത് പൊളിഞ്ഞ സ്മാരകങ്ങൾ ഇതൊക്കെ ഇതൊന്നും, പക്ഷെ മനോഹരമായ കാഴ്ചകളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമാണ് ഈ ഹംപി എന്ന് പറയുന്നത് കർണാടകയില്. അപ്പോൾ അതെങ്ങനെ യാത്ര പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. എല്ലാ എപ്പിസോഡും കാണാം. പിന്നെ ഹംപിയിൽ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ സെലക്റ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 2 days എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെ പറ്റുമെങ്കിൽ റോഡ് മാർഗം തന്നെ വരാം. അത് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് 5 മണിക്കൂറാണ് ഹംപിയിലോട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇത്തിരി കൂടി ഒരു 3-4 ദിവസം കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ബദാമിയും കൂടി യാത്ര ചെയ്യാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ബദാമി ഒരു സൗത്ത് ഇന്ത്യൻ അത്ഭുതം തന്നെയാണ്. അപ്പൊ ബദാമി കണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫസ്റ്റ് ബദാമിയിൽ പോയി തിരിച്ചു വരുന്ന വഴി ബദാമിയിൽ നിന്ന് 3 മണിക്കൂറുള്ളൂ ഹംപിയിലോട്ട്. ദെൻ ഹംപിയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് 5 മണിക്കൂർ. അങ്ങനെ മൊത്തം ഈ ഒരു റൂട്ടിൽ പിന്നെ അടിപൊളി വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഓരോരോ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതാണ്. സമയം ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ മനോഹരമായ റൂട്ടാണിത്. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ആ മാർഗങ്ങളൊക്കെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്. പിന്നെ താമസം, ഭക്ഷണം, ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ പറയുന്നതാണ്. പിന്നെ ഇവിടെ സെലക്റ്റീവായിട്ട് സ്ഥലങ്ങൾ കണ്ടു. ഒരുപാട് സ്ഥലങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ അറിയാത്തതാണെങ്കിൽ നിങ്ങൾ തെറ്റി കുറേ സമയം പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ സെലക്റ്റീവായിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങൾ മാത്രം കാണാം.
ലാസ്റ്റ് സൂര്യ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് ഡ്രൈവറാണ്, ബോട്ടല്ല കൊട്ടത്തോണി ഡ്രൈവറാണ്. ഇവിടെ ഓരോരോ കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇതിന്റെ ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ റൈഡിൽ പോവാണെങ്കിൽ ഇതൊക്കെ പോയി കാണാൻ സാധിക്കാൻ പറ്റും. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മഹിഷാസുര മർദ്ദനയുടെ ഒരു കൊത്തുപണി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അമാവാസി ദിവസങ്ങളൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് വന്ന് ചില പ്രത്യേക പൂജകളൊക്കെ നടത്താറുണ്ട് കേട്ടോ. പിന്നെ നടന്നു പോവുകയാണെങ്കിൽ തുംഗഭദ്ര നദിയുടെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകണം. ഒരുപാട് കിലോമീറ്ററുകൾ നടന്നാലാണ് ഈ ഒരു കൊട്ടത്തോണിയിൽ പോകുന്ന ഭാഗത്തെത്താൻ പറ്റുള്ളൂ. ഇത് ലക്ഷ്മി ടെമ്പിൾ ആണ്. ഇവിടെ അമാവാസി ദിവസങ്ങളിൽ പൂജ നടക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ ഭയങ്കര പൊത്തിപ്പിടിച്ച് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വേണം ഈ ഒരു പോയിന്റിൽ എത്തണമെങ്കിൽ. അതും കുറെ കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പൊ നടക്കുന്നത് അത്രയും സാഹസിക യാത്ര നടത്തുന്നവർ മാത്രം അങ്ങനെ പോവാ, അല്ലാതെ ഒരിക്കലും നടന്നു പോവാൻ പറ്റില്ല നോർമൽ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൊട്ടത്തോണി യാത്ര തന്നെ ഉപയോഗിക്കാം. ഹംപിയിൽ വരുമ്പോ ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കൊറാക്കിൾ റൈഡ് അതിൽ പെടും. തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഒരു കൊട്ടത്തോണിയിൽ 4, 5, 6 ഒക്കെ ആൾക്കാരായിട്ട് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ വരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. 1 മണിക്കൂർ ടൈമാണുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ വീഡിയോന്റെ സ്റ്റാർട്ടിങ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ച സ്റ്റാർട്ടിങ്ങിന് ഒരു കുന്നിൻ മുകള് കാണിച്ചിരുന്നു. പിന്നെ മറ്റു പോയിന്റുകളൊക്കെ ഉണ്ട്. അതെന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ ഈ സംബിയിലെ എല്ലാ എപ്പിസോഡുകളും കാണാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ സീരീസും കാണാം. അപ്പൊ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഹംപി ആസ്വദിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലം ഒഴിവാക്കുക. ഹംപി ഒരുപാട് നമ്മുടെ നാട്ടിനേക്കാളും ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൈം തിരഞ്ഞെടുക്കുക ഹംപി യാത്രയ്ക്കായിട്ട്. ഇവിടെയുള്ള താമസവും ഭക്ഷണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോകാമെന്നും കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എങ്ങനെ പോകാമെന്നും വരുന്ന എപ്പിസോഡുകൾ കൃത്യമായിട്ട് പറയുന്നതാണ്. ഒപ്പം ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്